Hello friends, welcome to SAT Centers Institution Center Madathamadi, free education to all. Please subscribe to our YouTube channel for new updated videos and also visit centerinstitution.blogspot.in. നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് SLC എക്സാമിനേഷൻ മാർച്ച് 2013 മാത്തമാറ്റിക്സിലെ ക്വസ്റ്റ്യൻ നമ്പർ 6 പാർട്ട് 3. എന്താണ് ക്വസ്റ്റ്യൻ നമ്പർ 6 പറയുന്നത്? 3 മാർക്സ് ആണ്. പ്രൂവ് ദാറ്റ് ദ ക്വാഡ്രിലാറ്ററൽ ABCD ഷോൺ ഇൻ ദ ഫിഗർ ഈസ് എ സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ. നമുക്കപ്പോൾ ഇവിടെ ഫിഗർ തന്നിട്ടുണ്ട്. Quadrilateral A, B, C and D. എന്താണ് ഈ ക്വാഡ്രിലാറ്ററൽ എന്ന് പറയുന്നത് ഉദ്ദേശിക്കുന്നത്? അത് 4 വശമുള്ള എന്തിനെ നമുക്ക് എന്ത് വിളിക്കാം? ക്വാഡ്രിലാറ്ററൽ. ഓക്കെ. സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ എന്ന് പറയാൻ എന്താ കാരണം? അതിനൊരു കാരണമുണ്ട്. ഒരു വൃത്തം, ആ വൃത്തത്തിലെ 4 ബിന്ദുക്കൾ തമ്മിൽ നമ്മൾ യോജിപ്പിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു ചതുരം കിട്ടും. അപ്പോൾ ചതുരത്തിന്റെ 4 വെർട്ടെക്സും എവിടെ നിൽക്കുന്നു? വൃത്തത്തിൽ നിൽക്കുന്നു. അത്തരത്തിലുള്ള ചതുരമാണ് സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ. അങ്ങനെയാണ് ABCD എന്ന് നമ്മൾ എന്ത് ചെയ്യണം? തെളിയിക്കണം. ഓക്കെ. അപ്പോൾ നമ്മൾ എന്താ ചെയ്യാൻ പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ PQയും RSും ജോയിൻ ചെയ്യും. ഓക്കെ. അതിന് ജോയിൻ ചെയ്തതിന് ശേഷം ഓരോ സർക്കിളിനകത്തുമുള്ള നമ്മൾ എന്താണ് ക്വാഡ്രിലാറ്ററൽ സൈക്ലിക് ആണെന്ന് തെളിയിക്കും. ഓക്കെ. സോ ജോയിൻ PQRS. PQയും RSും എന്ത് ചെയ്യണം? ജോയിൻ ചെയ്യണം. PQ ജോയിൻ ചെയ്യാം, RS എന്താണ്? ജോയിൻ ചെയ്യാം. ഓക്കെ. ഇനി നമ്മൾ പ്രൂഫിലേക്ക് പോകുന്നതിന് മുന്നേ നമുക്കൊരു കാര്യം അറിഞ്ഞിരിക്കണം. ഒരു വൃത്തം, ഓക്കെ, ആ വൃത്തത്തിലെ 4 പോയിന്റ്സ് തമ്മിൽ ജോയിൻ ചെയ്താൽ നമുക്കൊരു സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ കിട്ടും. ഓക്കെ. അതിൻ്റെ ഓപ്പോസിറ്റ് ആംഗിൾസിൻ്റെ സം രണ്ടും കൂടി നമ്മൾ കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് 180 ഡിഗ്രി ആയിരിക്കും. ക്ലിയർ? അപ്പോൾ ഒരു ക്വാഡ്രിലാറ്ററൽ സൈക്ലിക് ആണെങ്കിൽ, ഒരു ചക്രീയ ചതുർഭുജം ആണ് എന്ന് തെളിയിക്കാൻ അവരുടെ ഓപ്പോസിറ്റ് ആംഗിളിന്റെ തുക 180 ആയിരിക്കും എന്ന് തെളിയിച്ചാൽ മതി. മനസ്സിലായോ? ക്ലിയർ? അപ്പോൾ നമുക്കിവിടെ ABCD ഉണ്ടല്ലേ. ഈ ABCD ഇതൊരു സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ ആണെന്ന് തെളിയിക്കാൻ ഈ A പ്ലസ് C, മനസ്സിലായോ, ഇവർ രണ്ടുപേരുടെയും സം എത്രയാണ് തെളിയിച്ചാൽ മതി? 180 ആണെന്ന് തെളിയിച്ചാൽ മതി. സോ to prove എന്താണ്? എങ്ങനെ നമ്മൾ പ്രൂവ് ചെയ്യണം? ജോയിൻ ചെയ്തതിന് ശേഷം ആംഗിൾ A, this angle plus angle C, this angle equal to എന്താണ്? 180 ഡിഗ്രി. ക്ലിയർ? ഓക്കെ. അപ്പോൾ സപ്പോസ് ആംഗിൾ A is taken as x ഡിഗ്രി. നമ്മൾ ആംഗിൾ A x ഡിഗ്രി ആയിട്ട് എടുത്തു. ആംഗിൾ A x ഡിഗ്രി ആയിട്ട് എടുത്തു. ലുക്ക് അറ്റ് ദിസ് AQPD. ഇത് നോക്കിയേ, ഈ 4 ബിന്ദുക്കൾ ഈ ഒരു വൃത്തത്തിനകത്തല്ലേ? കണ്ടോ? ഈ ഒരു വൃത്തത്തിന്റെ അകത്താണ്. കണ്ടോ? അപ്പോൾ ഇറ്റ് ഈസ് സൈക്ലിക്. അത് സൈക്ലിക് ആണ്. അപ്പോൾ നമ്മൾ ഇത് x എന്ന് എടുത്താൽ ഇതിന്റെ ഓപ്പോസിറ്റ് ആംഗിൾ എത്രയുണ്ടാവും? സം ഓഫ് ദിസ് ഈസ് ഈക്വൽ ടു 180 ഡിഗ്രി. രണ്ടുപേരുടെയും തുക എത്ര ഡിഗ്രി ഉണ്ടാവും? 180. ഇത് സൈക്ലിക് ആണ്. കണ്ടോ? ഈ വൃത്തത്തിനകത്താണ് നിൽക്കുന്നത്. അപ്പോൾ ഓപ്പോസിറ്റ് ആംഗിൾ കാണാൻ ഈ 180ൽ നിന്ന് x ഡിഗ്രി എന്ത് ചെയ്താൽ മതി? കുറച്ചാൽ മതി. അപ്പോൾ ദിസ് 1 ഈസ് ഈക്വൽ ടു 180 മൈനസ് x ഡിഗ്രി. ക്ലിയർ? ഓക്കെ. സിൻസ് AQPD is cyclic, therefore angle DPQ is equal to 180 degree minus x. Clear? Similarly, നമുക്കറിയാം, നമ്മൾ ചെറിയ ക്ലാസ് മുതൽ പഠിക്കുന്നതാണ്, ഒരു ലൈൻ, ആ ലൈനെ വേറൊരു ലൈൻ ഇങ്ങനെ കട്ട് ചെയ്യുന്നത് കണ്ടോ? ടോട്ടൽ ആംഗിൾ is equal to 180 degree. Clear? അപ്പോൾ സപ്പോസ് ദിസ് ഈസ് 60, ദെൻ ഈ ആംഗിൾ എന്തായിരിക്കും? ഈ ആംഗിൾ കാണാൻ വളരെ എളുപ്പമാണ്. 180 മൈനസ് എന്താണ്? 60 ഡിഗ്രി. ക്ലിയർ? സിമിലാർലി നമുക്കിവിടെ ഈ ആംഗിൾ അറിയാം. ദെൻ വാട്ട് ഈസ് ദിസ് ആംഗിൾ? ഇവിടെ കാണിക്കുന്ന ഈ ആംഗിൾ എത്രയാണ്? ആംഗിൾ QPR എത്രയാണ്? എങ്ങനെ കാണും? കാരണം നോക്കൂ, ഇതിങ്ങനെ ഒരു വരയാണ്, താഴേക്കൊരു വര. കണ്ടോ? അപ്പോൾ ഇവിടെയുള്ള ആംഗിളും ഇപ്പുറത്തുള്ള ആംഗിളും കൂട്ടിയ 180 കിട്ടുന്നു. അപ്പോൾ ഇത് കാണാനായിട്ട്, ഇപ്പുറത്തുള്ളത് ഈ ആംഗിൾ കാണാനായിട്ട് 180 മൈനസ് ഈ
ഫസ്റ്റ് സൈഡിൽ കിടക്കുന്ന ആംഗിൾ കുറയ്ക്കണം. അപ്പോൾ 180 മൈനസ് എക്സ്. ക്ലിയർ? ബ്രാക്കറ്റിന് മുന്നിൽ മൈനസ് ആണെങ്കിൽ പുറത്തേക്ക് എടുക്കുമ്പോൾ അകത്തുള്ള നെഗറ്റീവ് പോസിറ്റീവ് ആവും, പോസിറ്റീവ് നെഗറ്റീവ് ആവും. അപ്പോൾ 180 പോസിറ്റീവ് ആണ്, നെഗറ്റീവ് ആവും, മൈനസ് 180. ഇത് നെഗറ്റീവ് ആണ്, പോസിറ്റീവ് ആവും. അപ്പോൾ എന്താണ്? പ്ലസ് എക്സ്. സോ ദിസ് ഗെറ്റ് ക്യാൻസൽ. ആൻസർ ഈസ് എക്സ്. ക്ലിയർ? So this angle is x. Okay. Therefore, angle QPR is equal to 180 minus x. മനസ്സിലായോ സാർ പറഞ്ഞത്? അതായത് ഈ ആംഗിൾ എന്ന് പറയുന്നത് ഈ ആംഗിളും കൂടി കൂട്ടുമ്പോൾ 150 കിട്ടണം. അപ്പോൾ നമ്മൾ ഇവിടെയുള്ള ആംഗിൾ കണ്ടുപിടിക്കാനായിട്ട് 180-ൽ നിന്ന് ഇതങ്ങോട്ട് കുറയ്ക്കും. 150-ൽ നിന്ന് രണ്ടാമത് കുറച്ചു ഉണ്ടോ? ഓക്കെ. ദാറ്റ് ഈസ് ഈക്വൽ ടു എക്സ് ഡിഗ്രി. ക്ലിയർ? സോ ദിസ് വൺ ഈസ് ഈക്വൽ ടു എക്സ് ഡിഗ്രി. അപ്പോൾ ഇത് കഴിഞ്ഞു, ഇതിൻ്റെ പരിപാടി കഴിഞ്ഞു. ഇനി നമുക്ക് ഈ ഒരു സൈക്ലിക് ക്വാഡ്രാറ്റ് എടുക്കാം, നേരത്തെ എടുത്തതുപോലെ. കണ്ടോ? ഇതൊരു വൃത്തത്തിനകത്താണ്. കണ്ടോ? ഈ വൃത്തത്തിനകത്താണ്. ക്ലിയർ? അപ്പോൾ ഇവിടെ നമുക്ക് എക്സ് ഡിഗ്രി എന്ന് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇപ്പുറത്ത് എന്തായിരിക്കും? 180 മൈനസ് എക്സ് ഡിഗ്രി. ക്ലിയർ? സോ സിൻസ് PQSR is cyclic, angle QSR is equal to 180 degree minus x. അപ്പോൾ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ നമ്മൾ ഇപ്പുറത്ത് കാണാനായിട്ട് 180-ൽ നിന്ന് ഇത് കുറയ്ക്കണം. സോ therefore ആംഗിൾ RSB എന്ന് പറഞ്ഞാൽ ദിസ് ആംഗിൾ, ഇത് കാണാനായിട്ട് 180 മൈനസ് ദിസ് വൺ. ഉണ്ടോ? അപ്പോൾ അത് കുറച്ച് കഴിയുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? എക്സ് ഡിഗ്രി. എക്സ്. ക്ലിയർ? നമ്മുടെ പ്രൂഫ് എന്തായിരുന്നു? നമുക്ക് എന്തായിരുന്നു പ്രൂവ് ചെയ്യേണ്ടത്? ദിസ് ആംഗിൾ പ്ലസ് ദിസ് ആംഗിൾ, അതായത് ആംഗിൾ എ പ്ലസ് എന്താണ്? ആംഗിൾ സി എത്രയാണ് തെളിയിക്കണം? 180 ആണ് തെളിയിക്കണം. ക്ലിയർ? ഓക്കെ. സിൻസ് RSBC സൈക്ലിക്, RSBC ഇത് സൈക്ലിക് ആണ്. അപ്പോൾ എന്ത് സംഭവിക്കും? ആംഗിൾ RCB ദിസ് ആംഗിൾ, ഈ ആംഗിൾ ഇത് കാണാനായിട്ട് ഇതിന്റെ ഓപ്പോസിറ്റ് 180 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ ദിസ് വൺ ഈസ് ഈക്വൽ ടു അഗെയിൻ 180 മൈനസ് എക്സ് ഡിഗ്രി. ദിസ് ആംഗിൾ ഈസ് ഈക്വൽ ടു 180 മൈനസ് എക്സ് ഡിഗ്രി. ക്ലിയർ? സോ ആംഗിൾ സി നമുക്കിവിടെ കിട്ടി. ആംഗിൾ എ എന്താണ്? എക്സ് ഡിഗ്രി. ക്ലിയർ? ദെൻ ആംഗിൾ എ പ്ലസ് ആംഗിൾ സി, ആംഗിൾ എയും ആംഗിൾ സിയും കൂടി നമുക്ക് ആഡ് ചെയ്യാം. ഇറ്റ് ഈസ് ഈക്വൽ ടു 180 ഡിഗ്രി, 150 ഡിഗ്രി കിട്ടും. അതെങ്ങനെയാ? ആംഗിൾ എ ഈസ് ഈക്വൽ ടു എക്സ് ഡിഗ്രി പ്ലസ് ആംഗിൾ സി. വാട്ട് ഈസ് ആംഗിൾ സി? 180 മൈനസ് എക്സ് ഡിഗ്രി. So this x degree get cancel. Okay, only 180. So angle A plus angle C is equal to 180 degree. This angle plus this angle is equal to 180 degree. This means ABCD is cyclic. Clear? ABCD is cyclic. Okay, thank you. Please subscribe to our YouTube channel. Please visit next part. Thank you once again.